എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രിക്ടേൺ ഒരു പ്ലാറ്റ്ഫോമായി വരികയാണെന്നും അതിൽ PSCയുടെ ക്ലാസ്സുകളും കോഴ്സുകളും ഒക്കെ തുടങ്ങാൻ പോവുകയാണെന്നും ഒക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് കരുതുന്നു. ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ അധ്യാപകർ ആരൊക്കെയാണെന്നും അവരെ നിങ്ങളുടെ മുന്നിലൊന്ന് പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. PSC പരിശീലനത്തിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ മേഖലകളിൽ വളരെ മികച്ച രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയത്തിലും അഗ്രഗണ്യരായ ആളുകളെയാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ അധ്യാപകർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും കേരള ഹിസ്റ്ററിയുടെയും അധ്യാപകനായി ട്രിക്ടേണിലേക്ക് വരുന്നത് അനസാറാണ്. കേരള PSCയുടെ ഓഫ്ലൈൻ മേഖലയിൽ ഒരുപാട് കാലം മികച്ച ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തുള്ള അനുഭവ സമ്പത്തുമായാണ് അദ്ദേഹം നിങ്ങളുടെ ഇടയിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെയും കേരള ഹിസ്റ്ററിയുടെയും നമുക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചരിത്രങ്ങളും ഒരു കഥ പറയുന്ന ലാഘവത്തിൽ വളരെ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇനി കേരള ഹിസ്റ്ററി കൈകാര്യം ചെയ്യാൻ അനസാറിനോടൊപ്പം ഒരു അധ്യാപകനും കൂടി നമുക്കുണ്ട്. കേരള ഹിസ്റ്ററി മാത്രമല്ല, എക്കണോമിക്സും അദ്ദേഹം തന്നെയായിരിക്കും ഇതിൽ കൈകാര്യം ചെയ്യുക. അരുൺദാസ് സാർ. PSC പരിശീലന മേഖലയിൽ 10 വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിലൂടെ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഒരു സിനിമ കഥ കാണുന്ന പോലെ രോമാഞ്ചത്തോടെ നിങ്ങൾ ഓർത്തിരിക്കും. എക്കണോമിക്സിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി മാറും. വേൾഡ് ഹിസ്റ്ററി കൈകാര്യം ചെയ്യാനായി ട്രിക്ടേണിലേക്ക് വരുന്നത് രജിത് സാറാണ്. ലോകത്തെ മാറ്റിമറിച്ച സംഭവങ്ങളും വിപ്ലവങ്ങളും യുദ്ധങ്ങളും എല്ലാം ഒരു പരീക്ഷയ്ക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ പഠിക്കണോ അതൊക്കെ കോഡുകളിലൂടെയും കഥകളിലൂടെയും ഒക്കെ ഏറ്റവും ലളിതമായ രീതിയിൽ രജിത് സാർ നിങ്ങളിലേക്ക് എത്തും. PSCയുടെ സിലബസിൽ കടല് പോലെ കിടക്കുന്ന ലോകത്തിൻ്റെ, ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം, അതെ ജോഗ്രഫി, അത് വളരെ ക്രിസ്പായി നിങ്ങളിലേക്ക് എത്തിക്കാനായി വരുന്നു എബിൻ സാർ. കാണാതെ പഠിക്കുന്നതിലുപരി ജോഗ്രഫി മനസ്സിലാക്കി പഠിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സഹായകരമാവും. ഇനി ജോഗ്രഫി മാത്രമല്ല, IT-യും എബിൻ സാറ് തന്നെയാണ് കൈകാര്യം ചെയ്യുക. PSC പരിശീലനത്തിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ മേഖലയിൽ 8 വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കേരള ഗവേണൻസ്, ഇമ്പോർട്ടൻ്റ് ആക്ട്, ഇനി അത് മുഴുവൻ അനന്ത് സാറിലൂടെ നമുക്ക് മനസ്സിലാക്കാം. PSCയുടെ ഓൺലൈൻ ഓഫ്ലൈൻ മേഖലയിൽ 5 വർഷത്തോളം പ്രവൃത്തി പരിചയമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിലൂടെ ഈ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ ക്ലാരിറ്റിയോടെ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും. ഇനി എനിക്ക് പറയാനുള്ളത് സയൻസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരെ കുറിച്ചാണ്. കെമിസ്ട്രി, ഫിസിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഈ 3 വിഷയങ്ങളും വൃത്തിയായി പഠിക്കാം ദീപിക മിസ്സിലൂടെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി PSC പരിശീലന മേഖലയിലെ സജീവ സാന്നിധ്യമാണ് ദീപിക മിസ്. രസതന്ത്രവും ഭൗതിക ശാസ്ത്രവും ഒക്കെ ഇനി ടീച്ചറിലൂടെ വളരെ രസകരമായി നിങ്ങൾക്ക് പഠിക്കാം. ഫിസിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും കൈകാര്യം ചെയ്യാനായിട്ട് ഇനി ഒരു അധ്യാപകനും കൂടി നമുക്കുണ്ട്, ശ്രീരാജ് സാർ. ഫിസിക്സിലെ കോൺസെപ്റ്റുകളൊക്കെ നിത്യജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങളുമായി കണക്ട് ചെയ്യാനും അത് വളരെ ലളിതമായി മനസ്സിലാക്കി തരാനും ശ്രീരാജ് സാർ നിങ്ങളെ സഹായിക്കും. ഇനിയുള്ളത് ബയോളജിയാണ്. ബയോളജി ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ദിലീപ് സാറാണ്. ഈ മേഖലയിൽ ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തും അഗാധമായ അറിവുമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ അറിവും അനുഭവ സമ്പത്തും ഒക്കെ ഏറ്റവും മനോഹരമായി ജീവശാസ്ത്രം പഠിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ദീപിക മിസ്സും ശ്രീരാജ് സാറും ദിലീപ് സാറും ഒരുമിക്കുമ്പോൾ സയൻസ് മേഖല ട്രിക്ടേണിൽ സേഫായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് പ്രമോദ് സാറിനെ കുറിച്ചാണ്. PSC പരീക്ഷകളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് കറണ്ട് അഫയേഴ്സ്. നമുക്ക് ആവശ്യമുള്ള ആനുകാലിക സംഭവങ്ങളെല്ലാം ഒരു കഥ പോലാക്കി നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി ഹാസ്യരൂപേണ കോഡുകളാക്കി നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കി തരാൻ പ്രമോദ് സാറിന് സാധിക്കും. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, കല, സാഹിത്യം, സംസ്കാരം, കായികം, ഇതൊക്കെയും പ്രമോദ് സാറ് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അപ്പം നിങ്ങൾ ഇനി കറണ്ട് അഫയേഴ്സിലും ആർട്സിലും സ്പോർട്സിലും ലിറ്ററേച്ചറിലും ഒക്കെ സാറിലൂടെ അപ്ഡേറ്റഡ് ആയിരിക്കും. ഇനിയുള്ളത് PSC പരീക്ഷകളിലെ ഏറ്റവും കാതലായ ഭാഗം, അതായത് റാങ്ക് നിർണ്ണയിക്കാൻ സാധ്യതയുള്ള 3 സബ്ജക്റ്റുകൾ: മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. സാവിയോണ മിസ് ആയിരിക്കും ഇനി ട്രിക്ടേണിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇംഗ്ലീഷ് നിങ്ങൾക്കൊരു ബാലികേറാമലയായി തോന്നുകയില്ല. ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വൊക്കാബുലറിയും ഒക്കെ ഏറ്റവും സിമ്പിളായി
അടുക്കും ചിട്ടയുമായി സാവിയോണ മിസ് ഇനി നിങ്ങളെ പഠിപ്പിക്കും. അതിലൂടെ ഏതൊരു പരീക്ഷയ്ക്കും ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് നേടാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതൃഭാഷ മലയാള ഭാഷ ഇനി നമുക്ക് വിഷ്ണു സാറിലൂടെ പഠിക്കാം. ഈ മേഖലയിൽ ഒരുപാട് കാലത്തെ അനുഭവ സമ്പത്തും ഭാഷയിൽ അഗാധമായ പരിജ്ഞാനവുമുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിലൂടെ മലയാള വ്യാകരണവും സാഹിത്യവും ഒക്കെ ആഴത്തിൽ നമുക്കിനി പഠിക്കാം. മലയാളം ഇനി ലളിതമാവും. ഇനി നമുക്ക് മാത്സിന്റെ ഭാഗത്തേക്ക് വരാം. കഴിഞ്ഞ 6 വർഷമായി ഇവിടെ നടന്ന പ്രധാനപ്പെട്ട PSC പരീക്ഷകളിലെല്ലാം ട്രിക്ടേണും ഞാനും കണക്കിന്റെ ഭാഗമായി ഇവിടെ സജീവമായിരുന്നു. ഇനിയും അത് എല്ലാ കാലവും അങ്ങനെ തന്നെയായിരിക്കും. എന്നോടൊപ്പം കണക്കിന് ഒരധ്യാപകനും കൂടി നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, വിഷ്ണു സാർ. ഞാനും വിഷ്ണു സാറും ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് അധ്യാപന ജീവിതം തുടങ്ങിയവരാണ്. എന്നെ പോലെ തന്നെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് അദ്ദേഹവും. നിങ്ങൾ PSCയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളും ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി വിഷ്ണു സാറും നമ്മളോടൊപ്പം ട്രിക്ടേണിൽ സജീവമായിരിക്കും. കണക്കിന് ഇതുവരെ നിങ്ങൾക്ക് എന്താണോ ട്രിക്ടേണിൽ നിന്ന് ലഭിച്ചത് അതിനും ഒരുപടി മുകളിലായിരിക്കും ഇനി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകും. ഇത് എൻ്റെ ഉറപ്പാണ്. മാത്സിന്റെ ഭാഗം കംപ്ലീറ്റ് ആയി ഇവിടെ സെറ്റായിരിക്കും. ട്രിക്ടേണിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് കോഴ്സുകൾ ഇനി വരാനായിട്ടിരിക്കുന്നു. അപ്പൊ ഇവർക്കൊക്കെ പുറമെ നിങ്ങൾക്ക് പരിചിതമായ ഒരുപാട് മുഖങ്ങൾ ഇനി ട്രിക്ടേണിന്റെ ഭാഗമായി വരും. അപ്പൊ ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതി മുതൽ ട്രിക്ടേണിന് ഒരു സെക്കൻഡ് ഫേസ് ആരംഭിക്കാനായിട്ട് പോകുന്നു. ട്രിക്ടേൺ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണായി മാറട്ടെ. അപ്പോൾ എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിലേക്ക് സ്വാഗതം.